ബാറ്റിൽ ഓഫ് ദ ഗല്ലഡ് കഴിഞ്ഞുള്ള ഇരുട്ടിലാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ഡ്രാഗൺ സ്റ്റോണിലേക്ക് തിരിച്ചെത്തുന്നത് ബേലാണ്. പക്ഷേ അവളുടെ കൂടെ വന്നത് വിജയത്തിന്റെ വാർത്തയല്ല, ജെയ്സിന്റെ ജീവനറ്റ ശരീരമാണ്. സ്വന്തം മകന്റെ ശരീരം കാണുന്ന നിമിഷം റെനീര തകർന്നു പോകുന്നു. രാജ്ഞിയുടെ ശക്തിയും ധൈര്യവും ഒറ്റ നിമിഷത്തിൽ ഒരു അമ്മയുടെ കണ്ണീരായി മാറുന്നു. ഡ്രാഗൺ സ്റ്റോൺ മുഴുവൻ നിശബ്ദമാകുമ്പോൾ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു: ഇനി ഈ യുദ്ധം സിംഹാസനത്തിന് വേണ്ടിയല്ല, പ്രതികാരത്തിന് വേണ്ടിയാണ്. അതേസമയം വെയിലിലേക്ക് യാത്ര ചെയ്യുന്ന റേണ തന്റെ പുതിയ ഡ്രാഗൺ ഷീപ്പ് സ്റ്റീലറിനൊപ്പം അവിടുത്തെ ഭരണാധികാരികളോട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു: ഞാൻ നിങ്ങളുടെ വെയിലിനെ സംരക്ഷിക്കും, എൻ്റെ ഡ്രാഗൺ നിങ്ങളുടെ ആകാശം കാക്കും. പക്ഷെ ആ നിർദ്ദേശം നിരസിക്കപ്പെടുന്നു. ഒരു പുതിയ ഡ്രാഗൺ ഉണ്ടായിട്ടും രാഷ്ട്രീയത്തിന്റെ വാതിലുകൾ എല്ലായ്പ്പോഴും തുറക്കില്ലെന്ന് റേന തിരിച്ചറിയുന്നു. മറ്റൊരു വശത്ത് ആലനും ആഡമും വർഷങ്ങളായി അന്വേഷിച്ചിരുന്ന ഒരാളെ തേടിയിറങ്ങുന്നു, അവരുടെ പിതാവായ കോർലീസ് വെലോറിയൻ. അവസാനം അവർ അദ്ദേഹത്തെ കണ്ടെത്തുന്നു. എന്നാൽ ഈ യാത്രയിൽ ആലിന് സഹായഹസ്തമായി എത്തുന്നത് വീണ്ടും ബേല തന്നെയായിരുന്നു. കിങ്സ് ലാൻഡിങ്ങിൽ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. എയ്മണ്ട് നഗരത്തിലില്ല. അവൻ ഹാരൻ ഹോൾ കീഴടക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. കിങ്സ് ലാൻഡിംഗ് സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ആ സമയത്ത് ആലിസിന്റെ ഒരു തീരുമാനമെടുക്കുന്നു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ അവൾ റഹേനിയരയ്ക്ക് സിംഹാസനം തിരികെ സ്വന്തമാക്കാനുള്ള വഴി തുറന്നുകൊടുക്കുന്നു. എന്നാൽ ഹാരൻ ഹോളിൽ എയ്മണ്ട് കാത്തിരുന്നത് വിജയമായിരുന്നില്ല. ഇരുട്ടിനിടയിൽ നടന്ന അപ്രതീക്ഷിതമായ കത്തി ആക്രമണം അവനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. രക്തത്തിൽ മുങ്ങി നിലത്ത് വീണ എയ്മണ്ട് അവസാനം സഹായത്തിനായി സമീപിക്കുന്നത് വീച്ചായിട്ടുള്ള ആലിസ് റിവേഴ്സിനെയാണ്. അവന്റെ ജീവൻ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഇത് ഗ്രീൻകളുടെ അവസാനത്തിന്റെ തുടക്കമാണോ? അതേസമയം ആകാശം മുഴുവൻ ഡ്രാഗനുകളുടെ ചിറകുകളുടെ ശബ്ദം നിറയുന്നു. റെനീര എത്തുകയാണ്. ഡേമൺ അവളുടെ കൂടെയുണ്ട്. അവരുടെ പിന്നിൽ ടീം ബ്ലാക്കിന്റെ മുഴുവൻ ഡ്രാഗൺ ശക്തിയും. കിങ്സ് ലാൻഡിങ്ങിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വർഷങ്ങളായുള്ള പോരാട്ടത്തിനും വഞ്ചനകൾക്കും ശേഷമുള്ള ആ നിമിഷം എത്തുന്നു. റെനീര ടാർഗേരിയൻ വീണ്ടും തന്റെ അവകാശം സ്വന്തമാക്കുന്നു. പക്ഷേ അവളുടെ ആദ്യ തീരുമാനം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഗ്രീൻകളുടെ ശക്തിയുടെ അടിത്തറയായിരുന്ന മുൻ ഹാൻഡ് ഓഫ് ദ കിങ് ഓട്ടോ ഹൈറ്റവറിന്റെ തല വെട്ടിമാറ്റാൻ അവൾ ഉത്തരവിടുന്നു. അതിനുശേഷം രക്തത്തിന്റെയും അഗ്നിയുടെയും നടുവിലൂടെ നടന്നെത്തി റഹേനിയറ അയൺ ത്രോണിലിരിക്കുന്നു. പക്ഷേ ആ സിംഹാസനത്തിൽ ഇരുന്നിരുന്നത് ഒരു രാജ്ഞിയല്ലായിരുന്നു, സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയായിരുന്നു.